അവസ്മരണീയമായ ഒരു ഫോൺ സംഭാഷണത്തെക്കുറിച്ച് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് സാറ് തന്റെ കഥക്കൂട്ട് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇരവിപേരൂരിലുള്ള തോമസ് ജേക്കബ് സാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു മരണവിവരം അറിയിക്കണം. എത്ര ശ്രമിച്ചിട്ടും ലൈൻ കിട്ടുന്നില്ല. പെട്ടെന്ന് വീടിന്റെ അടുത്തുള്ള മലയാള മനോരമയുടെ ഓഫീസിലേക്ക് അദ്ദേഹം വിളിച്ച് പറയുന്നു. വിളിച്ച് കിട്ടുന്നത് ഒരു വൃദ്ധനായ മനുഷ്യനെയാണ്. അദ്ദേഹം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, റോങ് നമ്പർ. പിന്നെയും 2 തവണ കൂടി ജേക്കബ് സാറ് വിളിക്കുന്നു. ആ വൃദ്ധനെ തന്നെയാണ് കിട്ടുന്നത്. 2 തവണയും റോങ് നമ്പർ എന്ന് പറഞ്ഞു. ഫോൺ വെക്കുവാൻ തുടങ്ങുമ്പോൾ ജേക്കബ് സാറ് ചോദിക്കുന്നുണ്ട്, ഒരു ഫോൺ നമ്പർ തന്നാൽ ഒരു മരണവാർത്ത ദയവായി ഇരവിപേരൂരിലെ ഒരു വീട്ടിൽ അറിയിക്കാമോ? വിവരം അറിയിക്കേണ്ട വീട്ടിലെ ഫോൺ പ്രവർത്തിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ താങ്കളെ വീണ്ടും വിളിക്കാം. സന്ദേശം അറിയിക്കാൻ കഴിഞ്ഞോ എന്ന് അപ്പോൾ പറഞ്ഞാൽ ഉപകാരമായി. വീണ്ടും സാറ് ആ വൃദ്ധനെ വിളിക്കുന്നുണ്ട്. മരണവിവരം അറിയിക്കാൻ സാധിച്ചോ സാറേ? ഇല്ല, ഭയങ്കര മഴയാണിവിടെ, ലൈൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇരവിപേരൂരിൽ തന്നെയുള്ള KK ജോർജ് അച്ഛന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വൃദ്ധൻ പറഞ്ഞു. ജോർജ് അച്ഛന്റെ വീട് കുറച്ചു ദൂരെയാണല്ലോ. അച്ഛനും അത് തന്നെ പറഞ്ഞു. പക്ഷേ ഈ രാത്രിയിൽ തന്നെ ആ വീട്ടിലേക്ക് ആരെയെങ്കിലും വിട്ട് മരണവിവരം അറിയിക്കാമെന്ന് അച്ഛൻ ഉറപ്പ് തന്നിട്ടുണ്ട്. എനിക്ക് സമാധാനമായി. ഇനി അല്പം കുശലമാകാം എന്ന് തോന്നി. ഞാൻ അപ്പോഴാണ് എന്റെ പേര് പൂർണ്ണമായി പറഞ്ഞത്. സ്വന്തം പേര് പറഞ്ഞ ശേഷം ആ നല്ല മനുഷ്യന്റെ പേരറിയാൻ ഞാൻ താല്പര്യം കാട്ടി. 2313 ആളെന്ന് അറിഞ്ഞാൽ പോരെ? ആ വൃദ്ധൻ ചോദിച്ചു. പോരാ, ഈ പാതിരാത്രി വരെ ഉണർന്നിരുന്ന് എനിക്ക് ഇങ്ങനെയൊരു വലിയ സഹായം ചെയ്ത് തന്നിട്ട്. ഫോണിനപ്പുറത്ത് ഒരു നിമിഷം മൗനം. പിന്നെ മെല്ലെ, വളരെ മെല്ലെ, അലിവിന്റെ അതേ സ്വരത്തിൽ, ഞാൻ അലക്സാണ്ടർ മാർത്തോമയാണ്. ദൈവമേ, ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപോലിത്ത. വിനയത്തിന്റെ വലിയ ഒരു മാതൃക ഈ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിനയം എങ്ങനെയാണ് പദവിയിലിരിക്കുന്ന മനുഷ്യരെ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൂടുതൽ ഉപയുക്തമാക്കുവാൻ സഹായിക്കുന്നത്. മനുഷ്യനെയും മണ്ണിനെയും അവരുടെ മാറാപ്പുകളെയും തിരിച്ചറിയുവാൻ പദവിയിലിരിക്കുന്നവർക്ക് വിനയം ആവശ്യമാണ്. വിനയം എങ്ങനെയാണ് വ്യക്തികളെ കാലാതീതരാക്കുന്നത്. അവരുടെ മൂല്യവും പ്രസക്തിയും എല്ലാ കാലവും വർദ്ധിച്ച് അവർ എക്കാലവും സ്മരിക്കപ്പെടുന്നു. വിനയം നമ്മളെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ പര്യാപ്തമാക്കുന്നു. ഈ നോമ്പിന്റെ കാലത്തിൽ വിനയമുള്ള മനുഷ്യരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.